ഹലോ ഗായ്സ്, കട്ടിംഗ് ക്ലാസ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1 പെറ്റിക്കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പേപ്പറിൽ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ പാർട്ട് 1 കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് കണ്ടിട്ട് വരിക. പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെറ്റിക്കോട്ട് എങ്ങനെയാണ് തുണിയിൽ കട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാൻ പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒന്ന് കത്രിക, ടേപ്പ്, പിന്നെ മാർക്കർ, പിന്നെ ഒരു കോട്ടൻ്റെ തുണിയും. ഓക്കെ, ഈ കോട്ടൻ്റെ തുണി എന്തിനാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് തുണി കട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ മറ്റുള്ള തുണികളിൽ ജാരിപ്പോവും. അപ്പോൾ മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാവും. അപ്പോൾ കോട്ടൻ്റെ തുണിയാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആവും. അതിനാണ് കോട്ടൻ്റെ തുണി യൂസ് ആക്കുന്നത്. ഓക്കെ, പിന്നെ അളവിനുള്ള ഇങ്ങനത്തെ ഒരു ആർക്കാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് മെജർമെൻറ്റ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തുണി. ഓക്കെ, ഇങ്ങനെ ഒരു മെജർമെൻറ്റിനുള്ള ഒരു കുപ്പായും ഒരു നോട്ട്സും ഒരു പെന്നും എടുത്ത് വെച്ചോളൂ. ആ മെജർമെൻറ്റ് നമുക്ക് അതിൽ എഴുതാനുള്ളതാണ്. പിന്നെ ശരീരത്തിൽ നിന്ന് മെജർമെൻറ്റ് എടുക്കുന്നത് അത് നമുക്ക് പിന്നീട് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരാളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഡ്രസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ നീളമാണ് എടുക്കേണ്ടത്. ഓക്കെ, ആദ്യം നീളത ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ നീളം എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത് 15 ഉണ്ട്, നീളം 15 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നോട്ട്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നീളം. ഓക്കെ, ഇവിടെ 15 എന്ന് എഴുതുക. നെക്സ്റ്റ് നമ്മൾ വീതിയാണ് എടുക്കേണ്ടത്. ഓക്കെ, വീതി 11 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 11 എന്ന് എഴുതുക. ഓക്കെ, പിന്നെ നെക്ക് ഇതാ ഇവിടെ നിന്നാണ് മെജർമെൻറ്റ് എടുക്കേണ്ടത്. നമുക്ക് 3.5 ഇതാ ഈ എൻഡിലേക്ക്, ഈ പോയിൻറ്റിലേക്കാണ് നെക്കിൻ്റെ അളവ് നോക്കേണ്ടത്. ഇപ്പോൾ ഇത് 3.5യിലേക്ക് ഇതാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഷോർട്ടായിട്ട് നെക്കിൻ്റെ ഫ്രണ്ട് നേരുന്ന മുൻഭാഗം. ഓക്കെ, അപ്പോൾ 3.5. നെക്കിൻ്റെ ബാക്ക് ഒരു 2. ഓക്കെ, അപ്പോൾ 2 ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കുക. ഇനി ചെസ്റ്റ് ഇതാ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്, ഇവിടുന്ന് ഇവിടത്തേക്ക്. ഓക്കെ, ചെസ്റ്റ് കാണുന്നുണ്ടല്ലോ, 10ലേക്ക് ചെസ്റ്റ്, 10 ചെസ്റ്റ്. ഓക്കെ, ഇനി കൈ. ഓക്കെ, ഇതാ കൈയിൻ്റെ വീതി 5.25. ഇതാ ഇവിടത്തേക്കാണ് ഒരു 5 എടുക്കാം നമുക്ക്. ഇതാ 5 നമുക്ക് കൈയിന് ആവശ്യം. അപ്പോൾ കൈയിൻ്റെ വീതി 5. ഓക്കെ, ഇപ്പോൾ ഇത്ര മെജർമെൻറ്റാണ് നമുക്ക്. പിന്നെ ഒരു കാര്യം, നമ്മളെല്ലാ മെജർമെൻറ്റിനും 1.5 ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് സ്റ്റിച്ചിങ്ങിനുള്ളതാണ്. ഓക്കെ, ഇതിന് 15 + 1.5 16.5. അപ്പോൾ നമ്മൾ മെജർമെൻറ്റ് എടുക്കുമ്പോൾ, അതായത് കട്ട് ചെയ്യാൻ മാർക്ക് ചെയ്യുമ്പോൾ ഈ 16.5യാണ് നമ്മൾ കൂട്ടേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് 11 + 1.5, അപ്പോൾ 12.5. 1.5 കൂട്ടണം. ഓക്കെ, ഈ കൈക്ക് വെറും 1/2 കൂട്ടിയാൽ മതി കൈയിൻ്റെ വീതി. പിന്നെ നെക്കിനും അതേപോലെ തന്നെ 1/2, കൂടുതൽ കൂട്ടാൻ പാടില്ല, ഡീപ്പ് ജാസ്തി വരുമോ. അപ്പോൾ 1/2 കൂട്ടണം. പിന്നെ ചെസ്റ്റിന് സെയിം 1.5. ഇങ്ങനെയാണ് ഇതിനെല്ലാം കൂട്ടേണ്ടത്. 1.5 കൂട്ടണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതാ നമുക്ക് പെറ്റിക്കോട്ടിന് ആവശ്യമുള്ള തുണി എടുത്തു കഴിഞ്ഞു. ഇനി ഇതിന് മാർക്ക് ചെയ്യാൻ പോവാണ്, അളവിനനുസരിച്ച് മാർക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് വീതിയിലേക്ക് മാർക്ക് ചെയ്യാം. വീതി 11.5യാണ്. 11.5യുടെ അരഭാഗം. ആദ്യം വീതിയാണല്ലോ, അപ്പോൾ ആ വീതിൻ്റെത് 11.5 ആണ്. അപ്പോൾ ഈ 11.5യുടെ അരഭാഗം വെച്ചാൽ 5.25. നമുക്കൊരു 6 തന്നെ എടുക്കാം. ഓക്കെ, ഈ 6ലേക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് പേപ്പർ കട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഫോൾഡ് ചെയ്യണമെന്ന്. എന്നിട്ട് 6ലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നീളമാണ്. നീളം 16.5യാണ്. അത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം, അതിൽ കട്ട് ചെയ്യാനൊന്നുമില്ല. ഒരു 16 എടുക്കാം നമുക്ക്. ഓക്കെ, അതിലേക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യാൻ പാടില്ല, ഫ്രണ്ടിലേക്ക് ഫോൾഡ് ചെയ്യണം. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് നെക്കാണ്. നെക്ക്
ഫ്രണ്ട് നെക്ക് 3.5 ഓക്കെ. അപ്പോൾ 3.5ലേക്ക് 3.5 പിന്നെ പ്ലസ് അര 4ലേക്ക് നീളം മാർക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ നെക്കിൻ്റെ വീതിയാണ്. ഈ വീതി ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു 1.25 എടുക്കാം, കുറച്ച് ഡീപ്പ് ജാസ്തി വേണമെങ്കിൽ. പിന്നെ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 2.5 അങ്ങനെ എടുക്കേണ്ടി വരും. ഓക്കെ. എന്നിട്ട് ഇതാ ആ വീതിയിലേക്ക് 1.5ലേക്ക് ഞാൻ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഷോൾഡറാണ്. ഷോൾഡറിന് മാർക്ക് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഇവിടത്തേക്കാണ് ഷോൾഡറിൻ്റെ മെജർമെൻറ്റ് എടുക്കേണ്ടത്. ഓക്കെ. ഇതിൽ 2 ഉണ്ട്. അതിന് ഒരു 1.5 കൂട്ടണ്ട, ഒരു 1 കൂട്ടണം. ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ ഒരു 3 എടുക്കാം. 2 ഷോൾഡറിൻ്റെ കണക്ക്. ആ ഷോൾഡറിൻ്റെ ഇതിലേക്ക് 3ലേക്ക് മാർക്ക് ചെയ്തു. 2 1 കൂട്ടി, അപ്പോൾ 3 ആയി. ഓക്കെ. ഇനി കൈയിൻ്റെ നീളമാണ്. കൈയിൻ്റെ ഇത് ആം ഹോൾ എന്ന് പറയും ഇതിലേക്ക് നമ്മൾക്ക് 5 വേണ്ടത്. 5 പ്ലസ് 5 എടുത്താൽ മതി. ആരും എടുക്കണമെന്നില്ല, ചെറിയ വാവയ്ക്കാണല്ലോ. അപ്പോൾ 5 എടുത്താൽ മതി. ഓക്കെ. 5ലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്ട്രൈറ്റ് ലൈൻ. ഇവിടെ ഒരു ചെക്സും കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ചെസ്റ്റ് നമുക്ക് 10 വന്നത്. 10ന് 1.5 കൂട്ടുമ്പോൾ 11.5. ഓക്കെ. 11.5ൻ്റെ നേരെ ഹാഫ് 5.25. പക്ഷെ നമുക്ക് ഇതിവിടെ ഒരു 6 എടുക്കാം. ഓക്കെ. അതിന് ഈ കൈയിൻ്റെ ഈ പോയിൻ്റ്, അതായത് നമ്മൾ ഇവിടുന്ന് എടുത്തേക്ക് 5. ഈ പോയിന്റിൽ വെച്ചാണ് ചെസ്റ്റിന് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടത്തേക്ക് 6ലേക്ക് മാർക്ക് ചെയ്തു. ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്ട്രൈറ്റ് ലൈന്, എൻഡിലേക്ക് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ടൊരു ഇച്ചിരി ക്രോസ് ചെയ്യാം. ഓക്കെ. ഇനി നെക്ക് റൗണ്ട് ഷേപ്പ്, കൈ റൗണ്ട് ഷേപ്പ്. കൈയിൻ്റെ ഷേപ്പും കൊടുത്തു കഴിഞ്ഞു, നെക്കിൻ്റെ ഷേപ്പും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത്രയാണ് മാർക്ക്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി കാണുമല്ലോ. ഫസ്റ്റ് മനസ്സിലാവാത്തൊരു ഒന്നും കൂടി ബാക്ക് പോയിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്നും കൂടി നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക, ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് കട്ട് ചെയ്യാം. ഈ റൗണ്ട് ഷേപ്പാണ് കട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൈയിൻ്റെ ഭാഗം, അതും ആ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ ക്രോസ് ലൈന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് സ്ട്രൈറ്റ് കട്ടിങ്. ഈ 2 ഭാഗവും പിടിച്ചിട്ട് ഈ 2 സൈഡ് അങ്ങോട്ടും 2 പീസ് അങ്ങോട്ടും 2 പീസ് ഇങ്ങോട്ടും ചെയ്തിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ പെറ്റിക്കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇനി അടുത്ത പാർട്ടിൽ ഈ പെറ്റിക്കോട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബൈ.